മനുഷ്യന് ഗത്യന്തരമില്ലാതെ ദൈവം മാത്രമേ അവന് ഉള്ളൂ. അങ്ങനൊരു കാലഘട്ടമാണിത്. 1.5 കൊല്ലം പണിയില്ല, വേലയില്ല, കൂലിയില്ല, മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണില്ല, യാത്ര ചെയ്യാൻ പറ്റണില്ല. വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞരച്ചിലിനെ പോലെ ഇരുന്ന മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോൾ അവനിങ്ങനെ പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ മാന്യം മര്യാദയ്ക്ക് ഭംഗിയായിട്ട് ജീവിച്ച മനുഷ്യൻ അതിൽ നിന്ന് ആ ഒരു നിലവാരം കുറഞ്ഞു പോകുമ്പോൾ തകർച്ച സഹിക്കാൻ പറ്റാത്താവും. പക്ഷേ അല്ലെങ്കിൽ തകർന്നിരുന്ന ആൾക്കാരാണെങ്കിൽ വലിയ കുഴപ്പം നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. ഇപ്പം ശരിക്കും എല്ലാ തരങ്ങളിലും മനുഷ്യനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അനാർക്കിൻ്റെ മല്ലന്മാർ ജെറീക്കോയിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒറ്റുനോക്കാൻ പോയ 8 പേരും അവിടുന്ന് മാറി. പിന്നെ കലേബും ജോഷുവയും മാത്രമേ തിരിച്ചു വന്ന് നട്ടലോടുകൂടി പറഞ്ഞ് അനാർക്കിൻ്റെ മല്ലന്മാരൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ കഥയില്ല. ഈ ജനത്തിനെ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തരും. അതാണ് ജെറീക്കോ. അതാണ് ജെറീക്കോയുടെ വചനമെന്ന് പറയണത്. അനാർക്കിൻ്റെ മല്ലന്മാരുണ്ടാകാം. നമ്മുടെ സാമ്പത്തിക തകർച്ച ഒരു മല്ലനായിട്ട് നമ്മളത് നിന്നുകൊണ്ട് കൊല്ലാൻ പോയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ക്യാൻസർ രോഗം ഒരു മല്ലനായിട്ട് നിന്നുകൊണ്ട് നമ്മളെ കൊല്ലന്മാരിരിക്കും. ഇറ്റ് ഈസ് ദെയർ. പക്ഷേ അപ്പോഴും വചനം പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഈ രോഗം ദൈവം നിനക്ക് ഏൽപ്പിച്ചു തരും നിൻ്റെ അധീനതയിൽ. അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത, അല്ലെങ്കിൽ കുടുംബ തകർച്ച, അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ തകർച്ച, അല്ലെങ്കിൽ മക്കളുടെ ജീവിത നിലവാരത്തിൽ വന്നിരിക്കുന്ന തെറ്റായ പ്രവണതകൾ, ഈ തിന്മ ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചു തരും. ദൈവം നമുക്ക് ഏൽപ്പിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ വാഗ്ദാന പേടകത്തിൻ്റെ തണ്ട് പുരോഹിതന്മാർ തോളിൽ തൂങ്ങണത്. അപ്പോൾ ദൈവം ഏൽപ്പിച്ചു തരുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് 7 ദിവസങ്ങളിലെ ഈ ജനം മുഴുവനും കൃപാസനത്തിൻ്റെ ആഭിമുഖ്യത്തിലെ ആഗോള അഖണ്ഡ ജപമാല നടത്തിയത്. ഇതൊരു ആവശ്യമായിരുന്നു. ജനങ്ങളിങ്ങനെ കാത്തിരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ തന്നെ പലരും വീടിന് ചുറ്റും അല്ലെങ്കിൽ അവരുടെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനെയും കൈ വെച്ചുകൊണ്ട് ഒരു തിരിയും കത്തിച്ച് മാതാവിനെയും പിടിച്ചുകൊണ്ട് വീടിന് ചുറ്റും നടക്കുന്ന ഒരു കാഴ്ച എന്നൊക്കെ പറയണത് അവർ ദൈവം അവരെ പരിശുദ്ധാത്മാവ് അവരെ തൊട്ട് ഇതൊരു പരസ്യമായ വിശ്വാസ പ്രഖ്യാപനമാണ്. എന്തിൻ്റെ പരസ്യ? യേശു കർത്താവാണ്. അവിടുത്തെ അമ്മയായ മറിയത്തിലെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നടക്കാത്ത കാര്യം നടത്തി യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ സുവിശേഷത്തിൻ്റെ ഉപകരണമായി ദൈവം ഈ കാലങ്ങളിൽ എന്നെ വിളിക്കുന്നു. അതിൻ്റെ ദൈവവിളിയാണ്. ആ ഒരു ദൈവവിളിയാണ് ഞാൻ ചെയ്യണത്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ യാത്രയിൽ ഞാൻ വീടിന് ചുറ്റും ഇപ്പം തിരി കത്തിച്ച് വെച്ചുകൊണ്ട് കൃപാസനം മാതാവിൻ്റെയോ അല്ലെങ്കിൽ ലഭ്യമായ ഏത് മാതാവിൻ്റെ രൂപമാണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി, നന്ദി നിറഞ്ഞവരെയും ചൊല്ലി വീടിന് ചുറ്റും നമ്മൾ വലയം ചെയ്യുമ്പോൾ വീട് ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. ഒന്നിനും നമ്മൾ വിട്ടുകൊടുക്കത്തില്ലെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. രോഗത്തിനോ ആപത്തിനോ വാളിനോ ആർക്ക് യേശു ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുമെന്നുള്ള പൗലോസിൻ്റെ അപ്പോസ്തലിക വിശ്വാസമുണ്ട് റോമ 8:35. അതുകൊണ്ട് അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മൾ പൊരുതും, നമ്മൾ ജയിക്കും. ഇത് വിജയത്തിൻ്റെ ഒരു യുദ്ധമാണ് അവസാനിക്കാനും ഇപ്പം ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ദൈവവേദനെ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ ആ രാജ്യങ്ങളും ആ ജനതയും ആ ജനതയുടെ കൾച്ചറും ആ രാജ്യം അനുഭവിക്കുന്ന ജനാധിപത്യ പ്രതിസന്ധികളും അതുപോലെ തന്നെ ജീവിത വികസന പ്രതിസന്ധികളും അതിൻ്റെ പുതിയ തലമുറ അനുഭവിക്കുന്ന പലതരത്തിലുള്ള വിശ്വാസ പ്രതിസന്ധികളും എല്ലാം നോട്ട് ചെയ്യുകയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയും അതിൻ്റെ സങ്കടങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയും പോളണ്ടിനെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് 1978 ജോൺ പോൾ മാർപ്പാപ്പ പോളണ്ടിനെ ദൈവത്തിന് സമർപ്പിച്ച അക്കാലം മുതലേ പരിശുദ്ധ അമ്മ ആരാണെന്ന് യൂറോപ്പ് അറിഞ്ഞു, ചൈന അറിഞ്ഞു, റഷ്യ അറിഞ്ഞു. 1917 റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫാത്തിമയിലെ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അന്ന് മുതൽ നമ്മൾ 81 വരെ ആരുടെ കാലമാണ്? മിഖായിൽ ഗോർബച്ചേവിൻ്റെ കാലം വരെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴാണ് പെരിസ്ട്രോയിക്ക, ഗ്ലാസ് നോട്ട്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് റഷ്യ ചിഹ്ന ഭിന്നമായിപ്പോയി. ഹംഗറി, ചെക്കോസ്ലോവാക്യ, യുഗോസ്ലോവാക്യ, ഓസ്ട്രിയ, അതുപോലെ തന്നെ റഷ്യ, യുക്രൈൻ, ഇങ്ങനെ എല്ലാ സ്ലാവിക്സുകളെല്ലാം ഛിന്ന ഭിന്നമായി. USSR തന്നെ ഇല്ലാതെയായി. എന്താ കാര്യം?
അതായത് നിരീശ്വരത്വത്തിൻ്റെയും അതുപോലെ തന്നെ നിർമ്മതത്വത്തിൻ്റെയും ഒരു സാമ്രാജ്യത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങളെ ജെറിക്കോ മതിലിനെ അടിച്ചു തകർത്തതാണ് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥമെങ്കിൽ അത് അമ്മ തന്നെയാണ് പറഞ്ഞത്. രക്ഷയുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത ആധിപത്യങ്ങളോ വ്യവസ്ഥിതിയോ എവിടെ നിലനിൽക്കുന്നോ അതിനെ എല്ലാം തച്ചുടക്കേണ്ടത് ദൈവരാജ്യത്തിന് നിർമ്മതിയുടെ ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് അമ്മ ചരിത്രത്തെ പഠിപ്പിക്കുമ്പോൾ അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് സുവിശേഷമാകാൻ സുവിശേഷമേകാം, യേശുക്രിസ്തു ഏകരക്ഷ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായി ക്രിസ്തുവിൻ്റെ ശക്തിക്ക് ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് സാത്താനോട് സന്ധിയില്ലാത്ത പോരാടാൻ വേണ്ടിയാണ് സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ ആ സഭയുടെ ഏറ്റവും ഉത്തമമായ ദൗത്യമാണ് നമ്മൾ ഇന്ന് ഈ ജെറിക്കോ ആഗോള പ്രാർത്ഥനയിലൂടെ നിറവേറ്റുന്നത്. ഇതൊരു യുദ്ധമാണ്. ഇത് നമ്മൾ ജയിക്കും. ആരോട് ചേർന്നുകൊണ്ട്? അമ്മയോട് ചേർന്നുകൊണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ യുദ്ധം ചെയ്യുകയാണെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഇത് നിങ്ങൾ ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകുക. പ്രൈസ് ദി ലോർഡ്. മോക്ഷകവാടം തുറക്കും രക്ഷകരവസ്ഥി ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. മോക്ഷകവാടം തുറക്കും രക്ഷകരവസ്ഥി ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 ഈ വലിയ ദൈവിക പദ്ധതി നമ്മുടെ ഓരോ കുടുംബങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും വലം വെച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനായി രാജ്യങ്ങളെയും കുടുംബങ്ങളെയും ഫലമേൽപ്പിക്കുന്ന ഒരുപക്ഷെ സഭയിലെ ആദ്യത്തെ ഒരു ശുശ്രൂഷയാണിത്, ആഗോള ജെറിക്കോ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ ഞങ്ങൾ പരിശുദ്ധ കുർബാന, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട കൃപാസന അൾത്താരെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും വീട്ടിൽ എഴുന്നള്ളിച്ച് വെക്കുന്ന പോലുള്ള ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കും. കാര്യം ഞങ്ങളത് ഉദ്ദേശിച്ചാണ് പരിശുദ്ധ ആത്മാവ് ഈ ശുശ്രൂഷ ഇപ്പോൾ നൽകിയത്. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഘടനയനുസരിച്ച് ആദ്യം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുന്നു. ഒന്നാമത്തെ സെക്ഷൻ കുർബാന ധൂപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് രാജ്യങ്ങളെ സമർപ്പിക്കും. രാജ്യങ്ങളെ ബലിപീഠത്തിൽ സമർപ്പിക്കണം. കൃപാസനം ബലിപീഠത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അതിൻ്റെ മുമ്പിലാണ് ഈ ബലിപീഠം കിടക്കുന്നത്. ഇവിടെ സമർപ്പിച്ചിട്ട് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ തീർത്ഥജലം തളിച്ച് രാജ്യങ്ങളെ വിശുദ്ധീകരിക്കും. ആ സമയത്ത് ആ രാജ്യങ്ങളെ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും. ആ സമർപ്പിക്കുന്നതിന് ശേഷം പിന്നീട് ആ രാജ്യത്തിലുള്ള പ്രത്യേക അവസ്ഥകളെ നിങ്ങളോട് പറയും പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇപ്പോൾ ചില സമയത്ത് ചില രാജ്യങ്ങളൊക്കെ അരാജകത്വമുള്ള രാജ്യങ്ങളുണ്ടാകാം. എന്നുവെച്ചാൽ ചില സമയത്ത് ചില രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം പോലും ഇല്ലാതെ വിഷമിക്കുന്ന രാജ്യങ്ങളുണ്ടാകാം. ചില സമയത്ത് വിശ്വാസ പീഡനങ്ങളുള്ള രാജ്യങ്ങളുണ്ടാകാം. അങ്ങനെ ആ രാജ്യത്തിൻ്റെ പ്രത്യേകത, ജനസംഖ്യയും അവിടെയുള്ള വിശ്വാസികളുടെ ജനസംഖ്യയും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവരെല്ലാം നിങ്ങൾ ഈ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം. അതിനുശേഷം അവിടെയുള്ള മലയാളികൾ, നമ്മളിവിടുന്ന് പോയിട്ടുള്ള ആൾക്കാർ, അവരുടെ 37 തരം പ്രയാസങ്ങളാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ വിദേശ മലയാളികൾ അനുഭവിക്കുന്നത്. അപ്പോൾ വിദേശ മലയാളികൾ അനുഭവിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ സ്വദേശമായ കേരളത്തിൻ്റെ കുടുംബങ്ങളും ആ പ്രയാസം അതേ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തരും ഇതൊരു നിസ്സാര കാര്യമല്ല. കാര്യം നമുക്ക് പരിശുദ്ധ അമ്മ ഈ ഒരു ആശയം തന്നതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ NRI ഉടമ്പടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് ഈ വിദേശ ഉടമ്പടികൾ ചെയ്യുന്നതും അതിനുവേണ്ടി പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നതും ഉടമ്പടിയിലൂടെ ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിടെ എല്ലാവരുടെയും വിഷയവും അറിയാം, വേദനയും അറിയാം. അപ്പം അതെല്ലാം ഈ സമയത്ത് ഓർക്കപ്പെടും. അവിടെ നാട്ടിലുള്ള കുടുംബങ്ങളുണ്ട്, അവരെ കൊണ്ട് അവർക്ക് അവരുടെ ഒരു പരിപാലനയിലൊക്കെ കഴിയുന്ന കുടുംബങ്ങളും അവരുടെ കടങ്ങൾ, അതുപോലെ തന്നെ അവരുടെ PR, അതുപോലെ തന്നെ അവരുടെ വിശ്വാസ തകർച്ച, അവരുടെ മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ, ഇങ്ങനെ 37 തരം സങ്കടങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ 37 വിദേശ മലയാളികളുടെ 37 ഇത് ആഗോള ജെറിക്കോ പ്രാർത്ഥനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സങ്കടങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ആ സങ്കടങ്ങളുടെ സമയത്ത് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഇന്ത്യയിൽ ഇത് കൂടുന്നവരെ, അവരുടെ തരം പ്രയാസം അനുഭവിക്കുന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ മെസ്സേജ് അടിച്ച് കൃപാസനത്തിൻ്റെ യൂട്യൂബിൽ മെസ്സേജ് ചെയ്ത് കാണാം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും അവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സമ്പൂർണ്ണ പ്രാർത്ഥനയാണ്. അതായത് ഒരു വിദേശ പ്രാർത്ഥനയല്ല. അവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഭാവം, അതായത് അതിനോട് അനുഭാവമുള്ള, അതുപോലെ സാധർമ്മ്യമുള്ള നമ്മളുടെ വിഷയങ്ങൾ നമ്മൾക്ക് അപ്പോൾ തന്നെ യൂട്യൂബിൽ അടിച്ച് കൃപാസന അൾത്താരയിലേക്ക് പരിശുദ്ധ അമ്മ വഴി നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കാവുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു സമ്പൂർണ്ണ നമ്മൾക്കും വിദേശത്തുള്ള സഹോദരങ്ങൾ, അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവരുടെ ഭവനത്തിന് ചുറ്റും ജെറിക്കോ പ്രാർത്ഥന നടത്തണം. കാര്യം ജെറിക്കോ പ്രാർത്ഥന എപ്പോഴും ചുറ്റും നടത്തുന്ന ഒരു വിഷയമാണ്. കാര്യം ഞാൻ
ജെറീക്കോ പ്രാർത്ഥന മനസ്സിൽ ഒരു പാമ്പ് കടിച്ച, ഒരു ചിലന്ത് കടിച്ച് പഴുത്ത് ചീഞ്ഞ് അളയായിപ്പോയ ഒരു വ്രണം കാല് മുറിച്ച് കളയേണ്ട വ്യക്തിക്ക് ചുറ്റും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ വട്ടം വരച്ച്, അത് ഒരു ജെറീക്കോ പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ ആ വ്രണം വലിയ വ്രണമാണ്. ആ വ്രണത്തിന് ചുറ്റും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൈ വട്ടം വരച്ചപ്പോഴെന്താ, അത് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക. ആ മുറിവ് ഏതാണ്ട് നമുക്കൊരു ബോൾ വെച്ചാൽ കാണാത്ത മുറിവാണ്. ആ മുറിവ് അപ്പം തന്നെ അത് കരിയാൻ തുടങ്ങി. 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാംസം വന്നു. അവരെൻ്റെ അടുത്ത് ഓടി വന്നപ്പോൾ തന്നെ ഞാൻ അവിടെ ദൈവമേ എന്തൊരു പവറാണ് ഈ ജെറീക്കോ പ്രാർത്ഥനയ്ക്കെന്ന്. അപ്പോൾ ജെറീക്കോ പ്രാർത്ഥന നമ്മുടെ ശരീരത്തിലും ചെയ്യാം, രോഗമുള്ളിടത്ത്. ഇപ്പം നിനക്കൊരു ഹാർട്ട് അറ്റാക്കിൻ്റെ അസുഖമുള്ള ബ്ലോക്കാണ്, അപ്പം നീ ഉടനെ കൈ എടുത്തിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടാകും. ഒരു സ്വർഗസ്ഥനായതും 10 നന്മ നിറഞ്ഞ ഓരോ ചൊല്ലിക്കൊണ്ടും അല്ലെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടും ആ ഹാർട്ടിൻ്റെ ചുറ്റും നിനക്ക് അവയവത്തിൻ്റെ ചുറ്റും നിനക്ക് കൈ ഓടിച്ചുകൊണ്ട് നിൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാം. നിൻ്റെ വീടിൻ്റെ ചുറ്റും നടന്നുകൊണ്ട് നിനക്ക് ജെറീക്കോ പ്രാർത്ഥന ചെയ്യാം. എന്നുവെച്ചാൽ കൃപാസനം മാതാവിൻ്റെ രൂപം കാര്യം ആണ് പ്രൊമോട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറീക്കോ പ്രാർത്ഥന വാഗ്ദാന പേടകം കൊണ്ടുള്ള പര്യടനമാണ്. അപ്പം ലോകത്തിൽ തന്നെ വാഗ്ദാന പേടകമായി പരിശുദ്ധ അമ്മയെ ആദരിക്കുന്ന അപൂർവ ധ്യാനകേന്ദ്രം, അപൂർവ പള്ളിയാണിത്, ദേവാലയമാണ്. അതുകൊണ്ടാണ് കൃപാസനം മാതാവ് വാഗ്ദാന പേടകമാണ്. അപ്പോൾ വാഗ്ദാന പേടകം കൊണ്ടുള്ള പ്രാർത്ഥന ജെറീക്കോ പ്രാർത്ഥനയാണ്. കാരണം ജെറീക്കോ യോർദാൻ കടക്കാനും ജെറീക്കോ പൊടിക്കാനും ഒക്കെ പിതാക്കന്മാർ ചെയ്തത് ഇതാണ്, ഈ വാഗ്ദാന പേടകം എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി മാതാവിൻ്റെ രൂപം എടുത്ത്, ഇപ്പം കൃപാസനം മാതാവിൻ്റെ രൂപമില്ലെങ്കിൽ നിങ്ങൾ വണങ്ങുന്ന ഏത് മാതാവിൻ്റെ രൂപമാണ് ആ രൂപം എടുത്ത് പുറത്തിറങ്ങണം വീടിൻ്റെ. ദാറ്റ് മീൻസ് ലോകം മുഴുവനുള്ളവർ ജെറീക്കോ പ്രാർത്ഥന നടത്തുകയാണ്. കാര്യം കൃപാസനത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിലും ഉള്ളവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. 5 ഭൂഖണ്ഡങ്ങളിലുള്ളവർ. ഇപ്പം നമുക്ക് ഗൂഗിൾ സർവേ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്ന ഭൂഖണ്ഡത്തിലുള്ള എത്ര പേര് ഇപ്പോഴും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് വരെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ പപ്പുവ ന്യൂ തൊട്ട് ഗ്രീൻലാൻഡ് വരെയുള്ള ആൾക്കാർ, അവിടെയുള്ള മലയാളികളും ചില യൂറോപ്യൻസൊക്കെ ഉടമ്പടി നേരിട്ട് വന്ന് എടുത്തിട്ടുണ്ട്. റഷ്യക്കാരെടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി. അപ്പം ഇങ്ങനെയുള്ള ഈ മഹത്തായ ഒരു പ്രാർത്ഥന നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മൾ ദൈവമേ എന്നും പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ദൈവം ഇങ്ങനെ ലോകരക്ഷയ്ക്ക് വേണ്ടി പുതിയ പുതിയ പ്രാർത്ഥനാരൂപങ്ങൾ, ഉടമ്പടി പ്രാർത്ഥന പുതിയ പ്രാർത്ഥനയല്ലേ. അപ്പോൾ ഇതുപോലുള്ള പ്രാർത്ഥന ദൈവം തരണത് പരിശുദ്ധാത്മാവിൻ്റെ നമ്മളോട് കാണിക്കുന്ന പ്രത്യേകമായ ഒരു നമ്മളോട് കാണുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ് ശരിക്കും. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും 7 പ്രാവശ്യമാണ് ഇപ്പോൾ ഈ ജപമാല 5 രഹസ്യങ്ങളാണ്. ഒരു രഹസ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഒരു സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞോറും ചെല്ലുമ്പോൾ അതനുസരിച്ചിട്ട് 7 പ്രാവശ്യം ഇത് വീട് വലം വെക്കുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ലുത്തീനിയായ കൊണ്ടല്ലോ, ലുത്തീനിയായോട് ഉൾപ്പെടുത്തിക്കൊണ്ട് 7 പ്രാവശ്യം നിങ്ങളുടെ വീടിന് വലം വെക്കണം. അതിനത് ഉണ്ടാകേണ്ടത് എന്തൊക്കെയാണ്? പരിശുദ്ധ അമ്മയുടെ രൂപം, അപ്പുറത്ത് ഇപ്പുറത്ത് തിരി. അപ്പം 3 പേര് വേണം. ബാക്കി എത്ര പേർക്ക് വേണം കൂടാം. അയൽവാസികളെ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കാം, ആ വീട്ടിലേക്ക് നിങ്ങളോട് അടുപ്പം കാണിക്കുന്ന അയൽവാസികളെ വിളിക്കാം, ജെറീക്കോ പ്രാർത്ഥന നടന്നു കൂടാൻ വേണ്ടി. അപ്പോൾ ഓരോ രാജ്യം പറയുമ്പോഴും നമ്മൾ ആ രാജ്യത്തിനെ വിശുദ്ധീകരിക്കും. രാജ്യത്തിനെ ബലിപീഠത്തിൽ സമർപ്പിച്ചിട്ട് രാജ്യത്തിൻ്റെ ആ സങ്കല്പത്തിലെ ആ രാജ്യത്തിന് ദാനാവെള്ളം തളിച്ച് ആ രാജ്യത്തിന് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം ആ രാജ്യത്തിന് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ധൂപിക്കും. അതിനുശേഷം ആ രാജ്യത്തിൻ്റെ വേണ്ടി നിയോഗങ്ങൾ വെക്കും. ആ നിയോഗങ്ങളാണ് പിന്നീട് നിയോഗങ്ങൾ കഴിയുമ്പോൾ, എന്നുവെച്ചാൽ പ്രാർത്ഥന ആവശ്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഉടനെ ജപമാലയിലേക്ക് പോകും. അങ്ങനെയാണ് ആ സമയത്ത് നിങ്ങൾ വീടിൻ്റെ ഒരു രഹസ്യം കഴിയുന്നതിനുള്ളിൽ കഴിയുമ്പോൾ നിങ്ങൾ വീടിന് ചുറ്റും 1 പ്രാവശ്യം റൗണ്ട് ചെയ്തെടുക്കണം. ഫ്ലാറ്റ് ആണെങ്കിലും ശരി, താഴെ വന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കോളനിയിലാണ് പാവപ്പെട്ടവരെ താമസിക്കണമെങ്കിൽ ആ കോളനി വന്ന് താമസിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ എവിടെ പ്രാർത്ഥിക്കുന്നുവോ, ഇപ്പോൾ അമേരിക്കയിലുള്ളവർക്കൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ വെളുപ്പം കാലമാകാം. അപ്പം നിങ്ങൾ ചെറിയ വെളുപ്പം കാലമൊന്നുമല്ല, അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയിലുള്ളവരൊക്കെ 2 മണി രാത്രിക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ആ ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആൾക്കാർ കൂടും.
കാര്യം കൃപാസന അമ്മയുടെ ടച്ച് കിട്ടിയിട്ടുള്ള എല്ലാവരും, കിട്ടാത്തവർക്ക് പോലും അമ്മയുടെ ഒരു സ്പർശം കിട്ടാനും നിങ്ങളുടെ കണ്ണുനീര് ഒപ്പാനും ഇത് വലിയൊരു അവസരമാണ്. എന്തിനാണ് ഈ കുടുംബത്തിന് ചുറ്റും വാഗ്ദാനപ്പെടകമാകുന്ന പരിശുദ്ധ അമ്മയുമായിട്ടും ദിവ്യകൃപാനയുടെ സാന്നിധ്യമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമുള്ള നമ്മുടെ ആൾക്കാരുടെ കുടുംബത്തിന് ചുറ്റുമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പൊതുവായിട്ടും പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് കുടുംബത്തെ ഉദ്ദേശിക്കുന്നത്? ഈ കൊറോണ കഴിഞ്ഞതോടുകൂടി കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ വല്ലാത്ത അവസ്ഥയായി. സാമ്പത്തിക തകർച്ച, രോഗങ്ങൾ, കുഞ്ഞുങ്ങൾ തന്നെ മൊബൈൽ അഡിക്ഷൻ, വീഡിയോ അഡിക്ഷൻ, ബ്ലാക്ക് മാസ്, ഇങ്ങനെ പലതരത്തിൽ മാതാപിതാക്കന്മാരുടെ ചങ്ക് പൊടിയണം 100,000 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക തകർച്ച, തൊഴിൽ തകർച്ച, സാങ്കേതികമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പല പേപ്പറും കിട്ടുന്നില്ല, തടസ്സങ്ങൾ, ദോഷങ്ങൾ, ഇങ്ങനെയുള്ളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ്. അമ്മയാണ് സർപ്പത്തിൻ്റെ തല തകർക്കാൻ വേണ്ടി ദൈവപിതാവ് നിശ്ചയിച്ച അധികാരം കൊടുത്ത ആളാണ്. അപ്പോൾ അധികാരം കൊടുത്ത ആളിനെ കുടുംബത്തിൻ്റെ തിന്മകളെ എല്ലാം ഏൽപ്പിച്ചിട്ട് അതിനെ ചവിട്ടി ഇരുത്തി നശിപ്പിച്ച് കളയാൻ അമ്മയ്ക്ക് ഈ കുടുംബം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഇതിൻ്റെ നമുക്ക് കൈകാര്യം ചെയ്യാത്ത ഒത്തിരി കുടുംബങ്ങൾ, സാമ്പത്തിക ഇതുപോലെയുള്ള ഡൈവേഴ്സ്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള മാനസികമായ കടുത്തകൽച്ച, അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി വിഷയങ്ങൾ മനുഷ്യരിലുണ്ട്. ചിലതിന് നമുക്കൊന്നും മാനുഷികമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ നേരിട്ട് ഇറങ്ങി വന്ന് ചെയ്യണം. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത, മാനേജ് ചെയ്യാൻ പറ്റാത്ത ആരുടെ വിഷയമായാലും എന്ത് വിഷയമായാലും നിങ്ങൾ വിശ്വാസത്തോടെ ഭക്തിയോടെ മാതാൻ രൂപം എടുത്ത് പുറത്തിറങ്ങി വീടിന് ചുറ്റും ജെറിക്കോ പ്രാർത്ഥന നടത്തണം. കർത്താവ് പറഞ്ഞില്ലേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന്. അപ്പം നിങ്ങൾ ദൈവത്തിന് ഏറ്റുപറയണത് ഭൂമി മുഴുവൻ 5 ഭൂഖണ്ഡങ്ങൾ ഒരുമിച്ച് കാണുകയാണ്. ഇങ്ങനെ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്തെ പോലെ ഇതുപോലെ നടത്താൻ പറ്റിയൊരു കാലമെന്ന് പറയണത് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ സെക്കൻഡുകൾക്ക് മുമ്പ് നമുക്ക് ലോകം മുഴുവനും നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയണത് ജനങ്ങളെ കാണിച്ച് അവരെ വിശ്വാസം വളർത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, വീടിന് പുറത്തിറങ്ങണം. വിശ്വാസം അടച്ചു വെച്ച് പൂട്ടി പറയാനുള്ളതല്ല. അത് 10:32 മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. നിങ്ങളെ ദൈവം പറയണമെങ്കിൽ ഏത് വിഷയം, കടമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, അവൾ എൻ്റെ മകളാണ്, അവൻ എൻ്റെ മകനാണെന്ന് കർത്താവ് ഏറ്റുപറഞ്ഞാൽ തീർന്നില്ല രോഗങ്ങളെല്ലാം, തീർന്നില്ല നമ്മുടെ പരാജയങ്ങളെല്ലാം. അങ്ങനെ ഏറ്റുപറയാൻ കിട്ടുന്ന ആ ബോധത്തോടു കൂടിയാണ് എൻ്റെ സഹോദരങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റും വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചും പാടിയും ജെറിക്കോ പ്രാർത്ഥന നടത്തിക്കൊണ്ട് തിന്മയുടെ എല്ലാ കോട്ടക്കൊത്തളങ്ങളെയും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവിടുത്തെ അമ്മയായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ പൊട്ടിച്ചു തീർക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും. യേശുവോടൊത്ത് ജീവിക്കാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥന തുടരാം. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകലനന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഈശോമിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കുക. പരിശുദ്ധമ്മയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ ആഗോള ജെറീക്ക പ്രാർത്ഥനയിൽ രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷകരമായി ഒന്നാം ദിവ്യരഹസ്യത്തിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തെയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇസ്രയേലും പാലസ്തീനും തമ്മിൽ ഒത്തിരിയേറെ ശത്രുതയിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. ഒരുപാട് പേര് ഒരുപാട് ഭയപ്പാടോടുകൂടെ ഈ രാജ്യത്തിൽ ആയിരിക്കുന്നുണ്ട്. തങ്ങളുടെ ജീവൻ എപ്പോഴാണ് അപകടം സംഭവിക്കുക എന്നറിയാതെ ഒത്തിരിയേറെ വേദനിച്ച് കഴിയുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട്. നമുക്കറിയാം, മനുഷ്യർക്ക് അസാധ്യമായ പല കാര്യങ്ങളും ദൈവത്തിന് മാത്രമാണ് സാധ്യമാവുക. കർത്താവിലാണ് നമ്മളെല്ലാവരും ആശ്രയം വെക്കുന്നത്. എത്രയേറെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇസ്രയേലിൽ നിന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, തമ്പുരാൻ്റെ ശക്തിയാണ് ഒന്ന് നമുക്ക് അഭയം. എല്ലാവിധ യുദ്ധങ്ങളിൽ നിന്നും അതിൻ്റെ എല്ലാ കെടുതികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുവാൻ ശക്തിയുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമാണ്. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ ഈ സമയം നിങ്ങളെയും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും അനുഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇസ്രയേലിൽ വെറും 2.1% പോപ്പുലേഷനിൽ ക്രിസ്ത്യൻസ് ഉള്ളത്. ബാക്കി 90% അറബ് മുസ്ലിംസാണ് ഉള്ളത്. അപ്പോൾ ഹോളി ലാൻഡിലായിരിക്കുന്ന ആ ഒരു പ്രദേശത്തായിരിക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻസ് ഒത്തിരിയേറെ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. അവരെ ഒരുപാട് പേര് മാനസികമായി സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു സംഘർഷങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ക്രിസ്ത്യൻസ് അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ, ദൈവനാമത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി അവരേറ്റെടുക്കുന്ന ഓരോ വേദനകളുമുണ്ട്. ഈ വേദനകളൊക്കെ ഈ സമയം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, അവിടുത്തെ സ്പിരിച്വൽ റിസ്റ്റോറേഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആധ്യാത്മികമായ തലത്തിൽ അവരെല്ലാവരും ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ, ദൈവികത നിറയുവാൻ, ആത്മീയമായിട്ട് വളരുവാൻ വേണ്ടി നമ്മൾ ആ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും, ലോകം മുഴുവൻ ഇപ്പോൾ ആ രാജ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇസ്രയേലിൽ സംഭവിക്കുക? നമുക്ക് തീർത്തും ഈ പ്രാർത്ഥനയോടൊപ്പം പറയാൻ പറ്റും, പരിശുദ്ധ അമ്മ മാതാവ് വാഗ്ദാന പേടകമായ അമ്മ കൂടെയുണ്ടെങ്കിൽ യാതൊരുവിധ തടസ്സവും ഒന്നുമില്ലാതെ ഈ രാജ്യത്തിന് സംരക്ഷണം ഉണ്ടാകുമെന്നുള്ളതാണ്.
അപ്പോൾ സ്നേഹത്തോടുകൂടെ നമ്മളിപ്പോൾ ആ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സംഘർഷാവസ്ഥകളെ സമർപ്പിച്ച് അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ ഇസ്രയേലിൽ പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. അവർ ജോലി സംബന്ധമായ മേഖലകളുണ്ട്. ഒത്തിരിയേറെ ജോലി സംബന്ധമായ മേഖലകളിൽ മാനസികമായ തടസ്സങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അവസ്ഥകളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ആയിരുന്നു കൊണ്ട് ഇസ്രയേലിലെ കടബാധ്യത മൂലം ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഒത്തിരിയേറെ ആശകളോട് അവിടെ പോയിട്ട് കടബാധ്യത കയറി ആദിയോടുകൂടി ഓരോ ദിവസവും തള്ളി നീക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നിരവധിയായ രോഗങ്ങൾ മൂലം അവിടെ ആയിരുന്നുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ആ രാജ്യത്തായിരിക്കുന്ന രോഗികളായ എല്ലാ മക്കളെയും നമ്മൾ ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാട്ടിൽ നിന്നും പോയിട്ട് PR ലഭിക്കാതെ ഒത്തിരിയേറെ വിഷമതകൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവിടെ തന്നെ ഒന്ന് വസിക്കുവാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു വാസസ്ഥലം ഒരുക്കി തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അവരെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയെ വാഗ്ദാന പേടകമായ അമ്മയുടെ കരങ്ങളിൽ നമ്മളിപ്പോൾ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ തങ്ങളറിയാത്ത തെറ്റിന് ഒത്തിരിയേറെ കേസുകളിൽ അകപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട്. അവരെ നമ്മൾ സമർപ്പിക്കുകയാണ്. അവരറിയാതെ വന്നുപോയ തെറ്റുകളാണെങ്കിലും അവരറിയാത്ത കാര്യത്തിനാണെങ്കിലും കേസിലകപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. ഈ സമയം ഇസ്രയേലിനെ സമർപ്പിക്കുമ്പോൾ കർത്താവെ അവരുടെ കേസുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നാട്ടിലേക്ക്, അവിടെ ഇസ്രയേലിലേക്ക് പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവിടെ തിരിച്ചു വരുവാനായിട്ട് വിസ ശരിയാകാത്തവർ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ലാത്തവർ, ജോലിസ്ഥലങ്ങളിൽ നിന്ന് വരാൻ പറ്റാത്തവർ, അങ്ങനെ ഒത്തിരിയേറെ വെന്തുനേറി കരയുന്ന മക്കളുണ്ട്. നാട്ടിലേക്കൊന്ന് വരുവാൻ, തൻ്റെ സ്വന്തക്കാരെയൊക്കെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ, അവരെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ജയിലുകളിൽ കഴിയുന്ന മക്കളുണ്ട് ഇസ്രയേലിൽ. അവർ അറിയാതെ ജയിലിലായിപ്പോയവരുണ്ട്. അവിടെ നിന്ന് പുറം ലോകം കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെല്ലാം പൂർണ്ണമായിട്ട് ഇപ്പോൾ നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ ഒന്നാം ദിവ്യരഹസ്യത്തിൽ നമ്മളിപ്പോൾ വാഗ്ദാന പേടകമായ അമ്മയോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ എല്ലാ മേഖലകളെയും നമ്മൾ ഈ സമയം വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എല്ലാ തിന്മകളുടെ ശക്തിയെയും എല്ലാ നാരകീയ ശക്തികളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇസ്രയേലിലെ എല്ലാ മക്കളെയും രാജ്യത്തെയും അവിടുത്തെ കെടുതികളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം നമ്മൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇസ്രയേലുള്ളവരെ, നമ്മുടെ നാട്ടിൽ നിന്ന് പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്, യഹൂദരുടെ രാജ്യമാണ്. എല്ലാ യഹൂദരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ നന്മകളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ രാജ്യത്തിന് ക്ഷമത, എല്ലാ കാര്യങ്ങളും കാത്തുപാലിക്കുവാൻ വേണ്ടി യഹൂദജനം ഒത്തിരിയേറെ അവർ ദൈവത്തിന് വേണ്ടി അവർ സമർപ്പിക്കുന്നുണ്ട്. എല്ലാ യഹൂദരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യഹൂദജനത്തിൻ്റെ എല്ലാ വേദനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായിട്ട് അടുക്കുവാനുള്ള എല്ലാവിധ കൃപകളും ദൈവത്തിൻ്റെ കാരുണ്യവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ഇസ്രയേൽ എന്ന രാജ്യത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ സമയം ദൈവത്തോടൊപ്പം പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ ഈശോ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് ഈലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതി ചെന്ന് കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തുവെന്നു ധ്യാനിക്കുക. ഈ രണ്ടാം ദിവ്യരഹസ്യത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത് ജപ്പാൻ എന്ന രാജ്യത്തെയാണ്. ജപ്പാനിൽ മുഴുവൻ ജനസംഖ്യയുടെ 1/5% മാത്രമാണ് ക്രൈസ്തവർ ഉള്ളത്. ഇതിൽ അവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് പറയുക അവിടെയുള്ള ജനങ്ങൾക്ക് ഉറക്കമധികമില്ലാത്ത ജനങ്ങളെന്നാണ് പറയുന്നത്. അതായത് ഒത്തിരിയേറെ രാത്രി കാലങ്ങളിൽ വരെ ഇരുന്ന്
ജോലിയെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അതായത് റെസ്റ്റില്ലാതെ ഉറക്കമില്ലാതെ ജോലിയെടുക്കുന്ന അനേകായിരങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പം പറയും ഏറ്റവും കൂടുതലായിട്ട് യുവജനങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജപ്പാൻ. അതായത് ഒത്തിരിയേറെ ഡിപ്രഷൻ മൂലം ഒരുപാട് ആത്മഹത്യകൾ അവിടെ നടത്തപ്പെടുന്നുണ്ട്. പറയുക ഒരു വർഷത്തിൽ 30,000 അവരുടെ കണക്ക് പറയുക. 30,000 യുവജനങ്ങളെങ്കിലും ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ജപ്പാനിൽ. അതോടൊപ്പം തന്നെ പറയുന്നു അവിടെയുള്ള ടീനേജ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ഈ യുവതികളായിട്ടുള്ള ചെറിയ കുട്ടികൾ വേശ്യാവൃത്തിയിലേക്ക് പോകുന്നത് ഒത്തിരിയേറെ അവിടെ കാണുന്ന വലിയൊരു കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ പറയുക ഡിവോഴ്സിൻ്റെ റേറ്റ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ കാണപ്പെടുന്നുണ്ട്. ദാമ്പത്യ ബന്ധം പൂർണ്ണതയില്ലാതെ അവസാനിച്ച് ഒത്തിരിയേറെ ഡിവോഴ്സുകൾ ഈ ജപ്പാനിൽ നടത്തപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഭൂമികുലുക്കങ്ങൾ ഒത്തിരിയേറെ ജനങ്ങളുടെ ജീവിതത്തെ എടുക്കുന്നതായിട്ടും നമ്മൾ ഈ വർഷങ്ങളിൽ കാണുന്നുണ്ട്, ജപ്പാനിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ അവിടെ പറയുക ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരിയേറെ വൃദ്ധ മാതാപിതാക്കളുണ്ട് ഇവിടെ. അതായത് പറയുന്നത് അവരുടെ പ്രായത്തിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് വൃദ്ധരായിട്ടുള്ള ഒത്തിരി പേര് അവിടെയുണ്ട്. പ്രായം കഴിഞ്ഞിട്ടും ഒരുപാട് നമ്മളുടെയൊക്കെ ഈ ഒരു രാജ്യത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പ്രായം കഴിഞ്ഞിട്ടും അവിടെ ജീവിക്കുന്ന ഒരുപാട് വൃദ്ധ മാതാപിതാക്കൾ, ആരൊരു ആശ്രയമില്ലാതെ ഏകസ്ഥരായി വിഷമിച്ച് കഴിയുന്നവരുണ്ട്. പിന്നെ പറയുക അവിടെ ഈ ടാക്സിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവേഴ്സിൽ ഒത്തിരി വൃദ്ധരായിട്ടുള്ളവരുണ്ട്. ആയതിനാൽ തന്നെ ഒരുപാട് അപകട മരണങ്ങൾ അവിടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. കരുണയുടെയും വിധേയത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ വലിയൊരു സന്ദേശം വഹിക്കുന്ന മക്കളായിട്ട് അവർ മാറുവാൻ വേണ്ടി, എല്ലാ അനീതികളിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറാൻ വേണ്ടി നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നാടിൽ നിന്നും അവിടെ പോയിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെ പോയതിന് ശേഷം നമ്മളുടെ മക്കളും അവിടെയുള്ളവരുമൊക്കെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ജീവിതം ലഹരിയിൽ അവർ മതിമറന്ന് ജീവിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവത്തെ കാണാതെ പോയി ഒത്തിരി പേരുണ്ട്. സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്നവരുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളിൽ പോയി ചാടുന്നവരുണ്ട്. അവരെയെല്ലാം പൂർണ്ണമായി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ വഴിവിട്ട ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവർ, ആരും നിയന്ത്രിക്കാനും പറയാനുമില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ വഴിവിട്ട ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവരെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. വഞ്ചനയിലും ചതിയിലും പെട്ട് അകപ്പെട്ടു പോയ ഒരുപാട് ബാല്യങ്ങളുണ്ട്, ഒരുപാട് യുവജനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരരുണ്ട്, ഒത്തിരി വേദന അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. അതിനുശേഷം ഈ നാട്ടിൽ നിന്നും പോയതിന് ശേഷം നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അവരെ വിവരങ്ങളില്ലാത്ത ഒത്തിരിയേറെ മക്കളുണ്ടാകും. അവരുടെ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ടാകും. അവരെല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവാണ് നമുക്ക് എല്ലാത്തിനും മോചനം നൽകുക. പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ്. അമ്മയെയും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ ജപ്പാനിലെ എല്ലാ മേഖലകളെ, അവരുടെ രാഷ്ട്രീയ മേഖലകളെ, സാമൂഹിക മേഖലകളെ, അവരുടെ സാമ്പത്തിക മേഖലകളെ, അവരെവിടെയൊക്കെയാണോ അവരുടെ വിദ്യാഭ്യാസ മേഖലകളെ, എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. ജപ്പാനിൽ പറയുക അവിടെ പുറത്തുനിന്ന് ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവർ പഠിച്ചിട്ട് കൂടുതലായിട്ട് അവിടെ ഉന്നമനം പ്രാപിക്കുന്നത് പുറത്തുനിന്ന് വരുന്നവരാണ്. അവിടെ സ്വദേശത്ത് വസിക്കുന്ന പലർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിൽ, അവർ ആർജിക്കുന്നതിൽ അവർക്ക് വളരെ കഴിവ് കുറവാണെന്നുകൂടെ ജപ്പാനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ജപ്പാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആ രാജ്യത്തെയും നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവകരങ്ങളിൽ നമുക്ക് അവർക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ ഈശോ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബെത്ലേഹം നഗരിൽ പാത്രയ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്നു ധ്യാനിക്കുക. ഈ മൂന്നാം ദിവരഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന രാജ്യം അയർലൻഡാണ്. അയർലൻഡിൽ 91% ക്രൈസ്തവർ അധിവസിക്കുന്ന ഒരു രാജ്യമാണ്. ഒത്തിരിയേറെ നന്മകൾ ക്രൈസ്തവർ അധിവസിക്കുന്ന ഈ രാജ്യത്തിൽ ഒരുപാട് നന്മകൾ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളിലാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും മറ്റുള്ളവരെ സ്വീകരിക്കുന്ന മേഖലയിലാണെങ്കിലും ഒത്തിരിയേറെ നന്മകൾ ഇവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്.
ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മളിവിടുത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ഏറെ പ്രത്യേകമായിട്ട് അവിടെ കുടിയേറി ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാ ജോലി മേഖലകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആ മേഖലയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ നീതി അനുസരിച്ചുള്ള നല്ല വേതനം അവർക്ക് ലഭിക്കുവാൻ, അതുവഴി അവരുടെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാവരും അവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളും ഹൃദയ സമാധാനം അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജോലി ഒത്തിരിയേറെ ചെയ്യുമ്പോൾ അതിനിടയിലെ വിശ്രമവേളകൾ അവർക്ക് ലഭിക്കുവാൻ, ആ വിശ്രമവേളകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, തങ്ങളുടെ ജീവിതത്തിലെല്ലാം നൽകിയത് ദൈവമാണെന്ന് ഏറ്റുപറയുവാൻ ആ മക്കളെ അനുഗ്രഹിക്കണമേ. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നിടത്ത് ഒത്തിരി കൃപകളും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ആ വേളകളിൽ, വിശ്രമവേളകളിൽ ഒത്തിരിയേറെ ആനന്ദം ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള കൃപ അവർക്ക് ലഭിക്കണമേ. അതോടൊപ്പം തന്നെ അവരുടെ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന എല്ലാ വേതനവും എല്ലാ മക്കൾക്കും അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുവാൻ, സ്നേഹത്തിലും സന്തോഷത്തിലും അത് കൈപ്പറ്റുവാൻ, അത് വിനിയോഗിച്ച് നല്ല ജീവിതം കാഴ്ചവെക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ, കർത്താവിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും, കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ കൃപകളും ഒരുപോലെ എല്ലാവരിലേക്കും എത്തിക്കുവാനും, ദൈവത്തെ എല്ലാവരിലേക്കും പൂർണ്ണതയോടുകൂടെ എത്തിക്കുവാനുള്ള കൃപ അവിടെ ആയിരിക്കുന്ന എല്ലാ ക്രൈസ്തവർക്കും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ ദിവ്യരഹസ്യത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് അവിടെ നിന്നും അയർലൻഡിലായിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ അയർലൻഡിൽ പോയിട്ട് വ്യത്യസ്തമായ പരീക്ഷകൾ എഴുതാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, അതെഴുതിയിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അയർലൻഡിൽ പോയിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവർ, സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ അവിടെ ചെന്നിട്ട് വീട് വാങ്ങിയതിന് ശേഷം ആ വീട് വിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി മക്കളുണ്ടാകും. അവരെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം അവിടെ ചെന്നതിന് ശേഷം മോശമായ അഡിഷണലുകളായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപയാൽ അവരെല്ലാവരും അവരുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ആത്മീയമായ രീതിയിൽ ദൈവത്തോടൊപ്പം വളരുവാനുള്ള വലിയ കൃപ കർത്താവെ നീ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അങ്ങോട്ട് അയർലൻഡിലോട്ട് പോയതിന് ശേഷം കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താതെ, മാതാപിതാക്കളെ നോക്കാതെയൊക്കെ തങ്ങളുടെ സ്വന്തം ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മാതാപിതാക്കളെ വിളിക്കുവാൻ, അവരുമായിട്ട് സ്നേഹത്തിലായിരിക്കുവാൻ, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ നല്ല മനസ്സ് കൊടുത്ത് ദൈവത്തിൻ്റെ കൃപയെന്തെന്ന് തിരിച്ചറിവാനുള്ള വലിയ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അങ്ങനെ ചെറുതും വലുതുമായി അയർലൻഡിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവെ അങ്ങ് കൊടുത്ത നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവർക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ കർത്താവെ അത് നിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അത് പരിഹരിച്ച് നീ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അയർലൻഡ് എന്നുള്ള രാജ്യത്തെ പൂർണ്ണമായും കർത്താവെ അങ്ങയുടെയും പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. കർത്താവെ നീ അവരുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ സമയം അയർലൻഡ് എന്നുള്ള രാജ്യത്തെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ ഈശോ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈ ശെമിശായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശെമിയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്നേഹമുള്ളവരെ, ഈ ദിവരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക റഷ്യ എന്ന രാജ്യത്തെയാണ്.
നമുക്ക് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയൊരു രാജ്യം തന്നെയാണ്. ഒരുപാട് മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണിച്ചിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. ഇവിടെ 66.9% ക്രിസ്ത്യൻസാണ് അധിവസിക്കുന്നത് പോപ്പുലേഷൻ്റെ. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴും വളരെ കുറച്ച് പേരെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ചില സമയത്തൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ വളരെ കുറച്ച് പേരെങ്കിലും അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബർത്ത് റേറ്റ്, ജനന നിരക്ക് കുറവുള്ള ഒരു സ്ഥലമാണ്. ബർത്ത് റേറ്റ് ഏറ്റവും കുറവുള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ പറയുക, കണക്കുകളിൽ നമ്മളിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കാണുക അബോർഷൻ്റെ റേറ്റൊക്കെ ഒത്തിരി കൂടുതലുള്ള സ്ഥലവുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ജീവൻ ദൈവത്തിൻ്റെതാണ്. അത് ഏറ്റവും കൂടുതലായിട്ട് ദൈവത്തിൻ്റെ മഹിമ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ജന്മം നൽകുക എന്നുള്ളത്. അപ്പോൾ അവിടെ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. അവരുടെ നീതിബോധത്തെ, ആരെങ്കിലുമൊക്കെ ആ തെറ്റിൽ വീണു പോകുന്നുണ്ടെങ്കിൽ ആ നീതിബോധത്തെ ദൈവം ഉണർത്തണമേ എന്ന്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവർ ഒത്തിരി സന്തോഷത്തോടുകൂടെ ആയിരിക്കുവാനുള്ള കൃപ ദൈവം നൽകുമെന്നുള്ള വലിയൊരു ചിന്ത കൂടെ ആരെങ്കിലുമൊക്കെ ആ ഒരു തെറ്റിൽ വീണു പോകുന്നുണ്ടെങ്കിൽ ആ മക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ചിലരെങ്കിലുമായിട്ട് ഡ്രഗ് അഡിക്ഷനുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഫാമിലി, ഒത്തിരിയേറെ കുടുംബ തകർച്ചകൾ ചില മേഖലകളിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് കാണുന്നുണ്ട്. ഒത്തിരിയേറെ ചില മേഖലകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. അതോടൊപ്പം തന്നെ HIV ഇങ്ങനെയുള്ള ചില രോഗങ്ങളൊക്കെ ചില മേഖലകളെങ്കിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വിഷമതകളുള്ള എല്ലാ മേഖലകളിലും കർത്താവ് അവരെ എല്ലാ മേഖലകളിലും ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഒത്തിരിയേറെ നല്ല പ്രവൃത്തികളുണ്ട്. മറ്റു രാജ്യങ്ങളുമായിട്ട് അവർ പുലർത്തുന്ന ബന്ധങ്ങളുണ്ട്. മറ്റു രാജ്യങ്ങളെ സ്വീകരിക്കുവാൻ കാണിക്കുന്ന നല്ല മനസ്സുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ഭരണാധികാരികളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ മേഖലകളിലും ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ നിന്നും നമ്മളുടെ സഹോദരങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളെ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ആയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വിദേശത്തേക്ക് പോകുവാൻ മാത്രം ചിലരൊക്കെ ഉദ്ദേശിച്ചിട്ട് ചില സമയത്തൊക്കെ വിവാഹം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു വിവാഹമെന്ന കൂദാശയുടെ സ്നേഹം, വിശ്വാസം മനസ്സിലാക്കിയിട്ട് അതിനെ പൂർണ്ണതയോടുകൂടെ കാണുവാനുള്ള മനസ്സ്, അങ്ങനെ ചെയ്തിട്ടുള്ളവർ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവർ മനോഭാവം മാറി കുടുംബത്തോടും ദൈവത്തോടും കൂദാശകളോടും സ്നേഹമുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ചിലരൊക്കെ HR വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതായത് പണം കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ശമ്പള വർധനവില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഒരുപക്ഷെ ആയിടത്ത് ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സഹോദരങ്ങളെ ദൈവനാമത്തിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ സീനിയോറിറ്റി കിട്ടാത്തവരുണ്ട്. ഒത്തിരി വർഷമായിട്ട് ജോലി ചെയ്യുന്നു, പക്ഷേ അവർക്ക് ആ സീനിയോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വരുന്ന ചില അവസ്ഥകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് അവർക്ക് അവരുടെ ആ ഒരു നിയോഗത്തെ ദൈവം പ്രത്യേകമായിട്ട് സാധിച്ചു കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ വിദേശ രാജ്യം റഷ്യയിലായിരിക്കാം, പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ മക്കൾ പഠിക്കുന്നത് വേറെ രാജ്യത്തായിരിക്കാം. അപ്പം അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ ആ സഹോദരങ്ങളെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ മതപരമായ കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ടാകും. അപ്പോൾ അവിടെ ദൈവപരമായ കാര്യങ്ങളിൽ മക്കളെ വളർത്തുവാനുള്ള കൃപ എല്ലാ മക്കൾക്കും കിട്ടണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയുടെ ചില ദൂഷ്യങ്ങൾ മൂലം വിഷമത അനുഭവിക്കുന്ന ഭാര്യമാരുണ്ട്. സാമ്പത്തികമായ മേഖല ഇടപാടുകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണിക്കുന്നവരും ഉണ്ടായേക്കാം. അങ്ങനെയുള്ളവരെ കൂടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ മേഖലകളിലും ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് കർത്താവ് കൊടുക്കുമ്പോൾ തന്നെ കുറവുകളുള്ള മേഖലയിൽ പരിശുദ്ധമ്മ, വാഗ്ദാന പേടകമായ അമ്മ അവിടെ കടന്നു ചെന്ന്, കൃപാസനത്തിൻ്റെ അമ്മയായ സഞ്ചാരി മാതാവ് കടന്നു ചെന്ന് അവരെ പ്രത്യേകമായി അനുഗ്രഹിച്ച് എല്ലാ മേഖലകളെയും ആ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പരിശുദ്ധ അമ്മയുടെ കൃപ, ദൈവകൃപയാൽ നിറഞ്ഞ് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റഷ്യയെ സമർപ്പിച്ചുകൊണ്ട് ഈ സമയം നമ്മൾ റഷ്യയ്ക്ക് ചുറ്റും പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവരെ ഈ ബലിവേദിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏകമനസ്സോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശിരസ് നമിച്ചുകൊണ്ട് നമ്മൾ ആലപിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ ഈശോ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക. സ്നേഹമുള്ളവരെ, 5-ാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിന് സമർപ്പിക്കുക നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയാണ്. ശ്രീലങ്കയിൽ 8.4% ക്രൈസ്തവർ ഉള്ളത്. അപ്പോൾ നമ്മളവിടെ ഒത്തിരിയേറെ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. നമ്മൾ അയൽരാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ കൂടെയാണ് നമ്മൾ. അപ്പോൾ ഈ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചില മേഖലകളുണ്ട്. ഈ ശ്രീലങ്കയിൽ ഒത്തിരിയേറെ വിശ്വാസം ജീവിക്കുവാനായിട്ട് നമുക്ക് വിഷമത അനുഭവിക്കുന്ന ഒരു രാജ്യം കൂടെയാണ് നമ്മളവിടെ. അതായത് പറയുക 250ഓളം ദേവാലയങ്ങൾ ഭാഗികമായും അല്ലാതെയുമൊക്കെ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില അവസരങ്ങളിലെങ്കിലും പലപ്പോഴും നമ്മുടെ ക്രൈസ്തവർ ഒത്തിരിയേറെ വിഷമതകൾ അനുഭവിക്കുന്ന ചില മേഖലകൾ ശ്രീലങ്കയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടേക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതായത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണ് ഈ സമയത്ത്. അതിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ കൊടുക്കുകയാണ്. സുവിശേഷം ആത്മാർത്ഥമായിട്ട് ജീവിക്കുവാനുള്ള എല്ലാവിധ കൃപകളും അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില മേഖലകളിലാണെങ്കിലും അവരുടെ ഭരണത്തിൽ ചില മേഖലകളിൽ കറപ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ആ മേഖലകളെ ദൈവമേ, നീ കർത്താവേ, നീ തുടരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടി രാജ്യം ഒത്തിരിയേറെ അവിടുത്തെ ഭരണാധികാരികൾ തത്രപ്പാടുപെടുകയും ഒത്തിരിയേറെ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും അവരൊത്തിരിയേറെ നന്മകൾ ചെയ്യുമ്പോഴും ചില മേഖലകളിലെങ്കിലും തിന്മകൾ നിലനിൽക്കുമ്പോൾ ആ മേഖലകളെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ ആഗോള ജെറീക്ക പ്രാർത്ഥന വഴി സമർപ്പിക്കുക. അപ്പോൾ ശ്രീലങ്കയിലായിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീലങ്കയിലായിരിക്കുന്ന ചില നമ്മുടെ സഹോദരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായത് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള നമ്മുടെ മക്കളും സഹോദരങ്ങളും രാജ്യങ്ങളിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലായിപ്പോയത് മൂലം വിഷമത അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ടാകും. ആ മാതാപിതാക്കളെ ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആ മേഖലകളിൽ ചെന്നിട്ട് ഏതെങ്കിലും ഏജൻസികൾക്ക് പണം കൊടുത്തുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് ആ സംരംഭങ്ങൾ വിജയിക്കാതെ പോയ മക്കളുണ്ടാകും. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് അതിൻ്റെ അകത്തോട്ട് പണമിറക്കിയിട്ട് ഒന്നും നടക്കാതെ വിഷമിച്ച് ആകപ്പാടെ കടത്തിലായി പോയിട്ടുള്ള മക്കളുണ്ട്. അവരെ നമുക്ക് പ്രത്യേകം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം ഒരു രാജ്യത്ത് ചെന്നതിന് ശേഷം യഥാർത്ഥമായ രേഖകൾ അവരുടെ കയ്യിലില്ലാതെ വരുമ്പോൾ ആ രേഖകൾ നഷ്ടപ്പെട്ടത് മൂലം വിദ്യാഭ്യാസത്തിൻ്റെതാകാം, മറ്റു കാര്യങ്ങളുടേതാകാം, അവരുടെ വ്യക്തിപരമായിട്ടുള്ള രേഖകളാകാം, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടത് മൂലം വേദന അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ടാകും. അതെല്ലാം അവർക്ക് തിരികെ ലഭിക്കുവാൻ, അതുവഴി നല്ലൊരു നിലയിൽ ജീവിക്കുവാനുള്ള കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പ്രത്യേകമായിട്ട് അവിടുത്തെ കാലാവസ്ഥ ചിലപ്പോൾ പിടിക്കാത്തവരുണ്ടാകും. ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചിലരെങ്കിലും നാട്ടിൽ നിന്നും ആ രാജ്യത്തേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകും. എന്തെങ്കിലും പ്രത്യേകപരമായ ജോലികൾക്ക് വേണ്ടിയോ നിയോഗങ്ങൾക്ക് വേണ്ടിയോ ആ പ്രത്യേക കാര്യങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് ആ മേഖലയിൽ ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവിടെ പഠിക്കുന്ന ഒത്തിരിയേറെ വിദ്യാർത്ഥികളുണ്ടാകാം. മെഡിക്കൽ വിദ്യാർത്ഥികളാകാം, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകുന്നവരാകാം, നഴ്സിങ്ങിന് പോകുന്നവരാകാം. പല മേഖലകളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിച്ച് അവിടെ ചെല്ലുകയും ആ മേഖലകളിൽ അവർക്ക് അവരുടെ കഴിവ് പുലർത്തുവാനുള്ള വലിയ കൃപ ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ശ്രീലങ്കയിലെ എല്ലാ മേഖലകളെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ ജപമാലയിൽ, ഈ ആഗോള ജെറീക്കോ പ്രാർത്ഥനയിൽ നമ്മൾ സമർപ്പിച്ച എല്ലാ രാജ്യങ്ങളെയും ഒന്നുകൂടെ പുനർസമർപ്പണം ചെയ്യുകയാണ്.
ആദ്യമായിട്ട് ഇസ്രയേലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ യഹൂദജനം അധിവസിക്കുന്ന ആ മേഖലയെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവം ഒത്തിരിയേറെ നന്മകൾ അവിടെ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ കാലുകൾ അവിടെ സ്പർശിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഓരോ മേഖലയിലും കർത്താവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ദൈവമായ കർത്താവ് തൊട്ട ഇടമാണ്. ആ ഇടത്തെ ദൈവമായ കർത്താവിന് തന്നെ നമുക്ക് പരമേൽപ്പിക്കാം. അവിടുത്തെ എല്ലാ മേഖലകളിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകുന്നവരാണ്. അവരെ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രയേലിനെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ജപ്പാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ആ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിവിടെ ജപ്പാൻ കുടിവെള്ളം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഒത്തിരി സഹോദരങ്ങൾ കുടിവെള്ളക്ഷാമത്തിൽ നിന്നും അവർ ആ ഒരു പ്രത്യേകമായിട്ട് അവരുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു സ്രോതസ് സ്വീകരിക്കുന്നത് തന്നെ ആ ഒരു രാജ്യത്തിൻ്റെ വലിയൊരു മേന്മയാണ്. അത് നമുക്ക് പ്രത്യേക സ്നേഹത്തോടുകൂടെ ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യവുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന നല്ല ഭരണാധികാരികളാണ് അവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ടെക്നോളജിയുടെ മേഖലയിലാണെങ്കിലും അവർ ഒത്തിരിയേറെ വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ക്ലാസ്സുകൾക്കൊക്കെ സഞ്ചരിക്കുവാൻ പറ്റുന്ന കാറുകളും വാഹനങ്ങളുമൊക്കെ അവർ ഒത്തിരിയേറെ നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. ജപ്പാനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അവരുടെ ഭരണാധികാരികളെ, അവരുടെ എല്ലാ മേഖലകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പൂർണ്ണമായിട്ടും നമ്മൾ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അയർലൻഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അയർലൻഡിൽ നമ്മളായിരിക്കുന്ന എല്ലാ നമ്മുടെ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇവിടെ നിന്ന് പോയിരിക്കുന്ന ഒത്തിരി വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. അവരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഈ നാട്ടിൽ നിന്ന് പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അയർലൻഡിലെ ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. അവർ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ദൈവമേ അവരെ അനുഗ്രഹിക്കുകയും അവരുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാലാമതായി നമ്മൾ റഷ്യ എന്ന രാജ്യത്തെ ഒന്നുകൂടെ സമർപ്പിക്കുകയാണ്. കർത്താവേ, അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ വിഷമതകളോ ബുദ്ധിമുട്ടുകളോ തിന്മകളോ അരാജകത്വങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പൂർണ്ണമായും അങ്ങേറ്റെടുത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കാർഷിക മേഖലയെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ വിദ്യാഭ്യാസ മേഖലയെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ മേഖലകളെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭരണാധികാരികളെ അനുഗ്രഹിച്ചുകൊണ്ട് ആ രാജ്യത്ത് സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ. ഏറ്റവും അവസാനമായി ശ്രീലങ്കയെ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അയൽ രാജ്യമായ ശ്രീലങ്കയിൽ കർത്താവെ, അങ്ങയുടെ രാജ്യം വരുവാൻ, അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരി മക്കളുണ്ടാകുവാൻ, നീതിയും ബോധവുമുള്ള നല്ല രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും അവർക്ക് കൊടുക്കുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 5 രാജ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ സമയം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ഈ രാജ്യങ്ങളെയും അവിടെ അധിവസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെയും നാട്ടിലായിരിക്കുന്ന മക്കളെയും എല്ലാവരെയും സമർപ്പിച്ച് ഈ സമയം നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ ഈശോ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അയക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധമാതാവിന്റെ പാദത്തിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ലോകത്തിൽ പാപങ്ങൾ ദൈവത്തിൻ്റെ സാഷ്ടാംഗം വീണുനാം ഏറ്റം മഹത്താവിൻ കൂദാശയിൽ നവീകരണത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ ഇന്ദ്രിയങ്ങൾക്കിഴും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസം ദൈവപിതാവിനും കന്യകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും ഔവീതം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ എല്ലാ സ്വാദും തികഞ്ഞുറപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായ വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയിരുന്നു. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം വരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ആഗോള ജെറീക്ക പ്രാർത്ഥനയുടെ ആശീർവാദ സമയമാണ്. സമർപ്പിച്ച എല്ലാ രാജ്യങ്ങളെയും കർത്താവ് ഈ സമയം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, വാഗ്ദാനപേട അമ്മയുടെ മധ്യസ്ഥതയിൽ ആശീർവദിക്കുകയാണ്. ഏതൊക്കെ മേഖലയിലാണോ കർത്താവ് തൊടേണ്ട ആ മേഖലയിലൊക്കെ കർത്താവ് തൊടാൻ പോവുകയാണ്. നിങ്ങൾ ഭവനത്തിലായിരിക്കുന്നവർ അത്ര വിശുദ്ധിയോടുകൂടി നിങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും നിങ്ങളുടെ ഭവനത്തെ സമർപ്പിക്കുക. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുക. എല്ലാ മേഖലയും കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൊടുകയാണ്. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും സ്നേഹത്തോടെ ഈ ജെറീക്ക പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് യേശുവിന്റെ അനുഗ്രഹത്തിനായിട്ട് ഒരുങ്ങും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ
മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഡത്തിൽ വാളരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതരും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരി വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മാനവദൂതൻ തൻ മണിനാദമേതാ കേൾക്കുന്നു പാടിടാം മേരീതൻ സ്തോത്രം. സ്തോത്രം 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 മാതാവേ. സ്തോത്രം 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 മാതാവേ. മാമകഹൃത്തിത നിൻ സ്വന്തമേ. ഓ മേരി നിർമ്മലേ തൃക്കൺ പാർക്കെന്നേ. സ്തോത്രം 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 മാതാവേ. സ്തോത്രം 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 മാതാവേ. മനുഷ്യന് ഗത്യന്തരമില്ലാതെ ദൈവം മാത്രമേ അവന് ഉള്ളൂ. അങ്ങനൊരു കാലഘട്ടമാണിത്. 1.5 കൊല്ലം പണിയില്ല, വേലയില്ല, കൂലിയില്ല, മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണില്ല, യാത്ര ചെയ്യാൻ പറ്റണില്ല. വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞറച്ചിലിനെ പോലെ ഇരുന്ന മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോൾ അവനിങ്ങനെ പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ മാന്യം മര്യാദയ്ക്ക് ഭംഗിയായിട്ട് ജീവിച്ച മനുഷ്യൻ അതിൽ നിന്ന് ആ ഒരു നിലവാരം കുറഞ്ഞു പോകുമ്പോൾ തകർച്ച സഹിക്കാൻ പറ്റാത്താവും. പക്ഷേ അല്ലെങ്കിൽ തകർന്നിരുന്ന ആൾക്കാരാണെങ്കിൽ വലിയ നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. ഇപ്പം ശരിക്കും എല്ലാ തരങ്ങളിലും മനുഷ്യനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അനാർക്കിൻ്റെ മല്ലന്മാർ ജെറീക്കോയിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒറ്റുനോക്കാൻ പോയ 8 പേരും അവിടുന്ന് മാറി. പിന്നെ കലേബും ജോഷുവയും മാത്രമേ തിരിച്ചു വന്ന് നട്ടലോടുകൂടി പറഞ്ഞ് അനാർക്കിൻ്റെ മല്ലന്മാരൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ കഥയില്ല. ഈ ജനത്തിനെ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തരും. അതാണ് ജെറീക്കോ. അതാണ് ജെറീക്കോയുടെ വചനമെന്ന് പറയണത്. അനാർക്കിൻ്റെ മല്ലന്മാരുണ്ടാകാം. നമ്മുടെ സാമ്പത്തിക തകർച്ച ഒരു മല്ലനായിട്ട് നമ്മളത് നിന്നുകൊണ്ട് കൊല്ലാൻ പോയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ക്യാൻസർ രോഗം ഒരു മല്ലനായിട്ട് നിന്നുകൊണ്ട് നമ്മളെ കൊല്ലന്മാരായിരിക്കും. ഇറ്റ് ഈസ് ദെയർ. പക്ഷേ അപ്പോഴും വചനം പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഈ രോഗം ദൈവം നിനക്ക് ഏൽപ്പിച്ചു തരും നിൻ്റെ അധീനതയിൽ. അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത, അല്ലെങ്കിൽ കുടുംബ തകർച്ച, അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ തകർച്ച, അല്ലെങ്കിൽ മക്കളുടെ ജീവിത നിലവാരത്തിൽ വന്നിരിക്കുന്ന തെറ്റായ പ്രവണതകൾ, ഈ തിന്മ ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചു തരും. ദൈവം നമുക്ക് ഏൽപ്പിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ വാഗ്ദാന പേടകത്തിൻ്റെ തണ്ട് പുരോഹിതന്മാരെ തോളിൽ തൂങ്ങണത്. അപ്പം ദൈവം ഏൽപ്പിച്ചു തരുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് 7 ദിവസങ്ങളിലെ ഈ ജനം മുഴുവനും
കൃപാസനത്തിൻ്റെ ആഭിമുഖ്യത്തിലെ ആഗോള അഖണ്ഡ ജപമാല നടത്തിയത്. ഇതൊരു ആവശ്യമായിരുന്നു. ജനങ്ങളിങ്ങനെ കാത്തിരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ തന്നെ പലരും വീടിന് ചുറ്റും അല്ലെങ്കിൽ അവരുടെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട്, ഒരു കുഞ്ഞിനെയും കൈ വെച്ചുകൊണ്ട് ഒരു തിരിയും കത്തിച്ച് മാതാവിനെയും പിടിച്ചുകൊണ്ട് വീടിന് ചുറ്റും നടക്കുന്ന ഒരു കാഴ്ച എന്നൊക്കെ പറയണത്, അവർ ദൈവം അവരെ, പരിശുദ്ധാത്മാവ് അവരെ തൊട്ട്. ഇതൊരു പരസ്യമായ വിശ്വാസ പ്രഖ്യാപനമാണ്. എന്തിൻ്റെ പരസ്യ? യേശു കർത്താവാണ്. അവിടുത്തെ അമ്മയായ മറിയത്തിലെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നടക്കാത്ത കാര്യം നടത്തി യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ സുവിശേഷത്തിൻ്റെ ഉപകരണമായി ദൈവം ഈ കാലങ്ങളിൽ എന്നെ വിളിക്കുന്നു. അതിൻ്റെ ദൈവവിളിയാണ്. ആ ഒരു ദൈവവിളിയാണ് ഞാൻ ചെയ്യണത്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ യാത്രയിൽ ഞാൻ വീടിന് ചുറ്റും ഇപ്പം തിരി കത്തിച്ച് വെച്ചുകൊണ്ട് കൃപാസന മാതാവിൻ്റെയോ അല്ലെങ്കിൽ ലഭ്യമായ ഏത് മാതാവിൻ്റെ രൂപമാണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി, നന്ദി നിറഞ്ഞവരെയും ചൊല്ലി വീടിന് ചുറ്റും നമ്മൾ വലയം ചെയ്യുമ്പോൾ വീട് ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. ഒന്നിനും നമ്മൾ വിട്ടുകൊടുക്കത്തില്ലെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. രോഗത്തിനോ ആപത്തിനോ വാളിനോ ആർക്ക് യേശു ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുമെന്നുള്ള പൗലോസിൻ്റെ അപ്പോസ്തലിക വിശ്വാസമുണ്ട് റോമ 8:35. അതുകൊണ്ട് അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മൾ പൊരുതും, നമ്മൾ ജയിക്കും. ഇത് വിജയത്തിൻ്റെ ഒരു യുദ്ധമാണ് അവസാനിക്കാനും ഇപ്പം ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ദൈവവേദനെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ ആ രാജ്യങ്ങളും ആ ജനതയും ആ ജനതയുടെ കൾച്ചറും ആ രാജ്യം അനുഭവിക്കുന്ന ജനാധിപത്യ പ്രതിസന്ധികളും അതുപോലെ തന്നെ ജീവിത വികസന പ്രതിസന്ധികളും അതിൻ്റെ പുതിയ തലമുറ അനുഭവിക്കുന്ന പലതരത്തിലുള്ള വിശ്വാസ പ്രതിസന്ധികളും എല്ലാം നോട്ട് ചെയ്യുകയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയും അതിൻ്റെ സങ്കടങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയും പോളണ്ടിനെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് 1978 ജോൺ പോൾ മാർപ്പാപ്പ പോളണ്ടിനെ ദൈവത്തിന് സമർപ്പിച്ച അക്കാലം മുതലേ പരിശുദ്ധ അമ്മ ആരാണെന്ന് യൂറോപ്പ് അറിഞ്ഞു, ചൈന അറിഞ്ഞു, റഷ്യ അറിഞ്ഞു. 1917 റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫാത്തിമയിൽ മാതാ പ്രത്യക്ഷപ്പെടുമ്പോൾ അന്ന് മുതൽ നമ്മൾ 81 വരെ ആരുടെ കാലമാണ്? മിഖായിൽ ഗോർബച്ചേവിൻ്റെ കാലം വരെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴാണ് പെരിസ്ട്രോയിക്ക, ഗ്ലാസ് നോട്ട്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് റഷ്യ ചിഹ്ന ഭിന്നമായിപ്പോയി. ഹംഗറി, ചെക്കോസ്ലോവാക്യ, യുഗോസ്ലോവാക്യ, ഓസ്ട്രിയ, അതുപോലെ തന്നെ റഷ്യ, യുക്രൈൻ, ഇങ്ങനെ എല്ലാ സ്ലാവിക്സുകളെല്ലാം ഛിന്ന ഭിന്നമായി. USSR തന്നെ ഇല്ലാതെയായി. എന്താ കാര്യം? അതായത് നിരീശ്വരത്വത്തിൻ്റെയും അതുപോലെ തന്നെ നിർമ്മതത്വത്തിൻ്റെയും ഒരു സാമ്രാജ്യത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങളെ ജെറിക്കോ മതിലിനെ അടിച്ചു തകർത്തതാണ് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥമെങ്കിൽ അത് അമ്മ തന്നെയാണ് പറഞ്ഞത്. റഷ്യയുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത ആധിപത്യങ്ങളോ വ്യവസ്ഥതയോ എവിടെ നിലനിൽക്കുന്നോ അതിനെ എല്ലാം തച്ചുടക്കേണ്ടത് ദൈവരാജ്യത്തിന് നിർമ്മതിയുടെ ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് അമ്മ ചരിത്രത്തെ പഠിപ്പിക്കുമ്പോൾ അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് സുവിശേഷമാകാൻ സുവിശേഷമേകാം, ക്രിസ്തു ഏകരക്ഷ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായി ക്രിസ്തുവിൻ്റെ ശക്തിക്ക് ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് സാത്താനോട് സന്ധിയില്ലാത്ത പോരാടാൻ വേണ്ടിയാണ് സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ ആ സഭയുടെ ഏറ്റവും ഉത്തമമായ ദൗത്യമാണ് നമ്മൾ ഇന്ന് ഈ ജെറിക്കോ ആഗോള പ്രാർത്ഥനയിലൂടെ നിറവേറ്റുന്നത്. ഇതൊരു യുദ്ധമാണ്. ഇത് നമ്മൾ ജയിക്കും. ആരോട് ചേർന്നുകൊണ്ട്? അമ്മയോട് ചേർന്നുകൊണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ യുദ്ധം ചെയ്യണമെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഇത് നിങ്ങൾ ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകുക. പ്രൈസ് ദി ലോർഡ്. ശക്തിയും തുണയും തരേണം ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേവണ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ
ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും